ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ച് ബംഗളൂരു FCയെ നേരിട്ടപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഏതായാലും ഈ ഒരു മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായുള്ള മത്സരത്തെ കുറിച്ച് ബംഗളൂരു FCയുടെ പരിശീലകനായ ജെറാർഡ് ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരം വളരെ സിമ്പിൾ ആയിരുന്നു എന്നും ഞങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചു എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും മത്സരത്തിന് ശേഷം ജെറാർഡ് പറഞ്ഞ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഏതായാലും ജെറാർഡ് പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഞങ്ങളുടെ ടീമിന് മികച്ച ഒരു പ്ലാനിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മത്സരത്തിന് മുമ്പേ തന്നെ പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ഫാൻസിന് വേണ്ടി അഥവാ ആരാധകർക്ക് വേണ്ടി ഞങ്ങൾ പാലിച്ചിട്ടുമുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കെതിരെ ഒരു മികച്ച വിജയം തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പോരായ്മകളെ എല്ലാം കുറിച്ച് ഞങ്ങൾക്ക് ഒരു വ്യക്തമായ ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പോരായ്മകളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി കളിച്ചപ്പോൾ ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. കൂടാതെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3 പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചതിലും ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വിജയം ഞങ്ങൾക്ക് ഇനി മുന്നിലേക്ക് വരാൻ പോകുന്ന എല്ലാ മത്സരങ്ങളെയും ഒരു പോസിറ്റീവായി കാണാൻ സാധിച്ചേക്കും. കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരായ ഞങ്ങളുടെ ഇന്നത്തെ മത്സരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ തന്നെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ കുറിച്ചുകൊണ്ട് ബംഗളൂരു FCയുടെ പരിശീലകനായ ജെറാർഡ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജെറാർഡിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായുള്ള മത്സരം വളരെ സിമ്പിൾ ആയിരുന്നു അവർക്ക് എന്നും, കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പോരായ്മകളെ എല്ലാം തന്നെ നോക്കിക്കണ്ടാണ് അവൾ കളിച്ചത് എന്നൊക്കെയാണ്. ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരം വരാൻ പോകുന്നത് ഈ മാസം മാർച്ച് 13-ാം തീയതിയാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെയാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.